പ്രദീപ് രംഗനാഥൻ കേന്ദ്ര കഥാപാത്രമായി എത്തി തിയേറ്ററുകളിൽ ചിരിയും ആരവവും തീർക്കുന്ന ഡ്യൂഡ് എന്ന ചിത്രം തമിഴ്നാട്ടിലെ ബോക്സ് ഓഫീസിൽ ഞെട്ടിക്കുന്ന മുന്നേറ്റമാണ് നടത്തുന്നത്. റിലീസ് ചെയ്ത് 3 ദിവസങ്ങൾ പിന്നിടുമ്പോൾ സമ്മിശ്ര പ്രതികരണം നേടിയ ഒരു ചിത്രം ഇത്രയും വലിയ കളക്ഷൻ നേടുന്നത് സിനിമാ ലോകത്തിന് തന്നെ അത്ഭുതമായിരിക്കുകയാണ്. യുവതാരം പ്രദീപിന്റെ ഹാട്രിക് വിജയമാണ് ഡ്യൂഡ് ഉറപ്പിക്കുന്നത്. ചിത്രം ഇതുവരെ 80 കോടിയിലധികം രൂപയുടെ കളക്ഷൻ നേടിക്കഴിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. ആദ്യ ദിവസങ്ങളിലെ മികച്ച പ്രകടനം ഡ്യൂഡ് ഉടൻ തന്നെ 100 കോടി ക്ലബിൽ ഇടം നേടുമെന്ന പ്രതീക്ഷയിലാണ് സിനിമാ ട്രേഡ് അനലിസ്റ്റുകൾ. യുവ സംവിധായകൻ, നടൻ എന്ന നിലയിൽ പ്രദീപിന്റെ വളർച്ചയെ അടിവരയിടുന്നതാണ് ഈ വിജയം. ഡ്യൂഡ് സിനിമയുടെ വിജയത്തിൽ ഏറ്റവും വലിയ പങ്കുവച്ച ഘടകങ്ങളിൽ ഒന്ന് നായികയായ മമിത ബൈജുവിന്റെ ഡാൻസ് പ്രകടനമാണ്. ചിത്രത്തിൽ ഇടവേളയോട് അടുക്കുമ്പോഴുള്ള മമിതയുടെ അപ്രതീക്ഷിത ഡാൻസ് രംഗം തിയേറ്ററുകളിൽ വലിയ ഓളമാണ് സൃഷ്ടിച്ചത്. ഈ സീൻ കണ്ട പ്രേക്ഷകർ ചിരിച്ചും കൈയടിച്ചും ആർപ്പ് വിളിച്ചും ആവേശത്തോടെയാണ് പ്രതികരിച്ചത്. മലയാളിയായ മമിത ബൈജു തമിഴ് പ്രേക്ഷകർക്കിടയിലും പ്രിയങ്കരിയായി മാറാൻ പ്രധാന കാരണം ഈ വൈറൽ ഡാൻസ് തന്നെ. ഡാൻസ് സീനിലെ മമിതയുടെ ചടുലമായ ചുവടുകളും എനർജിയും പ്രേക്ഷകരെ ആകർഷിച്ചു. സിനിമയുടെ റിലീസിന് പിന്നാലെ തന്നെ ഈ ഡാൻസ് രംഗം സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരുന്നു. മമിതയുടെ ഡാൻസിനിടയിലെ നായകനായ പ്രദീപ് രംഗനാഥിന്റെ റിയാക്ഷനും പ്രേക്ഷകർക്കിടയിൽ ചിരി പടർത്തിയിരുന്നു. തമാശയും അപ്രതീക്ഷിതത്വവും നിറഞ്ഞ ഈ രംഗം സിനിമയുടെ ഹൈലൈറ്റുകളിൽ ഒന്നായി മാറി. ഒരു പക്ക കൊമേഴ്ഷ്യൽ എന്റർടൈനർ എന്ന നിലയിൽ ഡ്യൂഡിന്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കാൻ ഈ സീനിന് കഴിഞ്ഞു. ഇപ്പോഴത്തെ ഈ വൈറൽ ഡാൻസിന്റെ റിഹേഴ്സൽ വീഡിയോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ട്രെൻഡ് ആവുകയാണ്. വീഡിയോയിൽ മമിതയുടെ പ്രൊഫഷണലിസവും കഠിനാധ്വാനവും വ്യക്തമായി കാണാം. കൃത്യതയോടെയും ലാഘവത്തോടെയും ഡാൻസ് ചെയ്യുന്ന മമിതയുടെ റിഹേഴ്സൽ വീഡിയോയ്ക്ക് താഴെ ഗംഭീരം ഡാൻസ് ആണ് മമിതയുടേതെന്ന കമന്റുകൾ നിറയുന്നു. മമിതയുടെ വൈറൽ ഡാൻസ് ഇളയരാജയുടെ പ്രശസ്ത ഗാനമായ കറുത്ത മച്ചാൻ എന്ന പാട്ടിനൊപ്പമാണ്. പാട്ട് സിനിമയിൽ ഉപയോഗിച്ചതിനെ കുറിച്ചാണ് സോഷ്യൽ മീഡിയയിൽ ഒരു പ്രധാന ചർച്ച. ഇനി ഈ ഗാനം ഉപയോഗിച്ചതിന് ഇളയരാജ കോപ്പിറൈറ്റ് കൊടുക്കുമോ എന്നിവരെ പ്രേക്ഷകർ തമാശ രൂപേണ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നുണ്ട്. ഈ ഗാനം നിയമപരമായി ഉപയോഗിക്കാൻ അനുമതി ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പ്രേക്ഷകർക്കിടയിൽ കൗതുകം ജനിച്ചിട്ടുണ്ട്. ലവ് ടുഡേ, ഡ്രാഗൺ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം പ്രദീപ് രംഗനാഥിന്റെ 3ാമത്തെ ചിത്രമാണ് ഡ്യൂഡ് 100 കോടിയിലേക്ക് കുതിക്കുന്നത്. ആദ്യ 3 സിനിമകളിൽ നിന്ന് ഹാട്രിക് 100 കോടി നേടുന്ന ഒരു താരം എന്ന നിലയിലേക്ക് പ്രദീപ് ഉയരുകയാണ്. ഇത് തമിഴ് സിനിമാ ചരിത്രത്തിലെ അപൂർവ നേട്ടങ്ങളിൽ ഒന്നാണ്. പ്രദീപിന്റെ സംവിധാന അഭിനയ മികവിനുള്ള അംഗീകാരമാണിത്. ഡ്യൂഡിൽ മമിത ബൈജു ചെയ്ത വേഷത്തിന് മികച്ച സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ശക്തമായ കഥാപാത്രത്തെയാണ് മമിത അവതരിപ്പിച്ചത്. താരത്തിന്റെ ആകർഷണീയതയും സ്വാഭാവികമായ അഭിനയവും സിനിമയുടെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചു. തമിഴകത്ത് മമിതയ്ക്ക് ലഭിക്കുന്ന ശ്രദ്ധ താരത്തിന്റെ കരിയറിലെ വലിയ വഴിത്തിരിവാകും. തുടർന്നുള്ള ദിവസങ്ങളിലും ഡ്യൂഡിന് കളക്ഷനിൽ നല്ല മുന്നേറ്റം ഉണ്ടാകാൻ സാധിക്കുമെന്നാണ് ട്രാക്കേഴ്സ് വിലയിരുത്തുന്നത്. ശക്തമായ മൗത്ത് പബ്ലിസിറ്റിയാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. കുടുംബ പ്രേക്ഷകരെയും യുവതലമുറയും ഒരുപോലെ ആകർഷിക്കാൻ ഡ്യൂഡിന് കഴിഞ്ഞു.